അന്ന് 90,000 രൂപ വില, ഇന്ന് 13 ലക്ഷം. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും സ്വർണവും ചിലമ്പും തിരികെ ദേവീക്ഷേത്രത്തിലേക്ക്. പാച്ചല്ലൂർ കുളത്തിൻകര ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച സ്വർണവും വെള്ളിച്ചിലമ്പും 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരികെ എത്തി. 31 വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് ആഭരണങ്ങളും ചിലമ്പും ക്ഷേത്രമധികൃതർക്ക് കൈമാറിയത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അലങ്കരിച്ച തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഘോഷയാത്രയായാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച തിരുമുടിയിലെ ആഭരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങ് ഭക്തരും ആഘോഷമാക്കി. മോഷ്ടിച്ച സ്വർണം ഉരുക്കി ആഭരണങ്ങളാക്കിയ നിലയിലാണ് ലഭിച്ചതെന്നതിനാൽ ഇനി എന്ത് ചെയ്യണമെന്ന് ഭരണസമിതി ചേർന്ന് തീരുമാനിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കവർച്ച നടന്നപ്പോൾ 90,000 രൂപയായിരുന്നു ആഭരണങ്ങളുടെ വിലയായി കരുതിയിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം 13 ലക്ഷത്തോളം വില വരുന്ന ആഭരണങ്ങളാണ് തിരികെ ലഭിച്ചിരിക്കുന്നത്. പലതും മുറിച്ചും മാറ്റുകുറച്ചും പണിത നിലയിലാണ്. മറ്റ് ആഭരണങ്ങളാക്കി മാറ്റിയ സ്വർണം പോലീസ് അന്ന് സ്വർണ്ണപ്പണിക്കാരനിൽ നിന്നൊക്കെയാണ് കണ്ടെത്തിയിരുന്നത്. കോളിളക്കമുണ്ടാക്കിയ ക്ഷേത്ര കവർച്ച നടന്നത് 1994 ഓഗസ്റ്റ് 2 പുലർച്ചെയായിരുന്നു. വെഞ്ഞാറമൂട് പോലീസ് ഇൻസ്പെക്ടർ ബി ശശിധരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തിരുവല്ല സ്വദേശികളായ സഹോദരങ്ങൾ ഉദയകുമാർ, സുരേഷ് കുമാർ, പാച്ചല്ലൂർ സ്വദേശി അനിൽകുമാർ എന്നിവരാണ് പ്രതികളെന്ന് കണ്ടെത്തി. 1 വർഷത്തിന് ശേഷം ഉദയകുമാറും സുരേഷ് കുമാറും അറസ്റ്റിലായി. എന്നാൽ 2ാം പ്രതി അനിൽകുമാർ മോഷ്ടിച്ച രത്നക്കല്ലുകളുമായി മാലിയിലേക്ക് കടന്നത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായി. അറസ്റ്റിലായ 2 പ്രതികളെ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. പോലീസ് കണ്ടെത്തിയ തൊണ്ടി മുതലായ സ്വർണ്ണാഭരണങ്ങളും വെള്ളിച്ചിലമ്പും ക്ഷേത്രത്തിന് കൈമാറാനും കോടതി 2009 ജനുവരി 6 വിധിച്ചു. എന്നാൽ പ്രതികൾ ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും അപ്പീൽ നൽകി. തുടർന്ന് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം. 2023 നവംബർ 13 കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചതോടെ പ്രതികൾ ജയിലിലായി. എന്നാൽ ശിക്ഷാ കാലാവധി 1 വർഷമായി കുറച്ചു. തുടർന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് സ്വർണം ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറിയത്. കോടതിയിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കി സ്വർണ്ണ ഘോഷയാത്രയായി എത്തുമ്പോൾ പ്രതികളും പുറത്തു തന്നെയുണ്ട്.